കുമളി-മൂന്നാർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ. ഇന്ന് പുലർച്ചെ പാറത്തോടിന് സമീപമാണ് മണ്ണിടിഞ്ഞത്. അരമണിക്കൂറോളം തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഇവിടെ സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞിരുന്നു. റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന ജലനിധി പൈപ്പുകൾ അടക്കം റോഡിലേക്ക് പതിച്ചതോടുകൂടിയാണ് ഗതാഗത തടസ്സം ഉണ്ടായത്. വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പൈപ്പുകൾ മാറ്റിയ ശേഷമാണ് വാഹനങ്ങൾ കടന്നുപോയത്. റോഡിന് വീതിയില്ലാത്ത ഭാഗത്ത് വൻതോതിൽ ജലനിധി പൈപ്പുകൾ കൂട്ടിയിട്ടതാണ് ഗതാഗത തടസ്സത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ പ്രളയത്തിലും ഇവിടെ വ്യാപകമായി റോഡരികിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. റോഡരികിൽ അപകടകരമായി കൂട്ടിയിട്ടിരിക്കുന്ന പൈപ്പുകൾ മാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂന്നാർ ഹൈവേ റോഡ് സൈഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഈ മഴക്കാലത്ത് റോഡിന് വീതി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ജലനിധിയുടെ വാട്ടർ പൈപ്പ് കൊണ്ട് ഇട്ടേക്കുവാണ്. ഇത് മുകളിലെ കെട്ടിൽ ഇടിഞ്ഞു വീണ് റോഡ് മൊത്തം ബ്ലോക്കായി, പൈപ്പ് റോഡ് മൊത്തം കിടന്നു. 1 മണിക്കൂർ ബ്ലോക്കായി കിടന്നു. സർക്കാരിന് ഇതിന് ഭയങ്കര കെടുങ്കാര്യസ്ഥയാണ്. ഇത് താഴെ കുറ്റിച്ചെരിവാണ്. അതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ KSB ജലനിധിയും ഈ PWയും ശ്രദ്ധിക്കാതെ സർക്കാരിന് വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ഈ റോഡിന് വീതി ഇല്ലാത്ത വശത്ത് പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. റോഡിലായിരുന്നു നടന്ന പൈപ്പുകളെല്ലാം 1 മണിക്കൂർ റോഡ് ബ്ലോക്കായി പോയിരുന്നു. അതുകൊണ്ട് ശക്തമായ PW നടപടിയെടുത്ത് പൈപ്പുകൾ അടിയന്തരമായിട്ട് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും സമാനമായ രീതിയിൽ ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു. ഇന്നലെയും ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. ഇന്നലെ KSB പൊതുമരാമത്ത് അധികൃതർ അടക്കമെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പുലർച്ചെ ഇടിഞ്ഞത്. ഉടുമ്പൻചോലയിൽ രാത്രിയിൽ ശക്തമായ മഴയാണ് പെയ്തത്. പുലർച്ചയോടുകൂടി മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ശക്തമായ കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.